ഈ ഒരു പിസ്സ ഉണ്ടാക്കാനായിട്ട് ഓവനും വേണ്ട എയർ ഫ്രയറും വേണ്ടേ. ഒരു പാൻ മാത്രം മതി. നമ്മൾ പിസ്സ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാളും ഒരുപാട് ടേസ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1/2 കപ്പ് വാം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഷുഗറും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ ഒറിഗാനോയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 കപ്പ് മൈദ പൊടിയാണ്, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഒലിവ് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് നമുക്കൊരു 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. ഇതിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുത്ത് 2 പാർട്ടാക്കി ഇതുപോലെ വെക്കാമേ. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലിതാ നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാമേ. എത്രത്തോളം തിന്നാക്കി പരത്താൻ പറ്റും അത്രയും തിന്നാക്കി പരത്താം. എന്നിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ആക്കി കൊടുക്കാമേ. ഇത് നമുക്ക് അടച്ചു വെച്ച് 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാമേ. ഞാനൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞാണ് എടുത്തത്. അപ്പോൾ അതർ സൈഡ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴത്തേക്കും മതിയായിക്കോളും. ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പും ഓർഗാനോയും കൂടെ ചേർത്ത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ചീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മൊസലേറി ചീസും ചെദാർ ചീസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെജീസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഓണിയനും ക്യാപ്സിക്കവും കോണും പിന്നെ ചിക്കൻ്റെ പീസും ഒലിവും ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ടോപ്പിലോട്ട് ഞാൻ മൊസലേറി ചീസ് കുറച്ചും കൂടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാമേ. അപ്പോൾ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.